എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 15ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുകയാണ്. എക്സാമിൻ ദ പിക്ചർ കെയർഫുള്ളി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കൈ മറ്റൊരു കൈ മനുഷ്യന് കൊടുത്ത് അയാളെ സഹായിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഡസ് ദ പിക്ചർ ടെൽസ് യു, റൈറ്റ് എ ഫ്രേസ് ഓർ സെന്റൻസ് അബൌട്ട് ഇറ്റ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിക്ചർ അല്ലെങ്കിൽ ഈ ചിത്രം എന്താണ് നമ്മളോട് പറയുന്നത്. രണ്ട് ഭാഗമായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നേക്കണേ. ഞാൻ രണ്ട് ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് തരാം. ഓക്കെ, ദ പിക്ചർ ടെൽസ് മീ ദാറ്റ് സ്ട്രെങ്ത് ഈസ് നോട്ട് ഇൻ ഹൗ ടൈറ്റ്ലി വൺ ക്യാൻ ഗ്രിപ്പ് പവർ. അതായത് ഒരുവന്റെ ആ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്ത്, ശക്തി എന്ന് പറയുന്നത് എങ്ങനെ അവൻ അധികാരത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നുള്ളതല്ല. ഗ്രിപ്പ് പവർ. ഓക്കെ, ടൈറ്റ്ലി വൺ ക്യാൻ ഗ്രിപ്പ് പവർ, അതായത് എത്ര ശക്തിയോടെ അധികാരത്തെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ളതല്ല. ബട്ട് ഇൻ ഹൗ ജെന്റിലി വൺ ക്യാൻ ഹോൾഡ് ദ ബേർഡൻ ഓഫ് അനദർ പേഴ്സൺ. പക്ഷെ എങ്ങനെയാണ് വളരെ ജെന്റിലായിട്ട് മാർദ്ധവത്തോടു കൂടി അപരന്റെ പ്രയാസങ്ങളെ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് സംടൈംസ് സാൽവേഷൻ ഈസ് നോട്ട് ലൗഡ് ഓർ ഡിവൈൻ. അതുപോലെ തന്നെ സ്പിരിച്വൽ റിലേമിൽ വെച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരു ദൈവിക ശക്തിയുടെയും സ്വർഗവുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുകയാണ്. ആൻഡ് സംടൈംസ് ചില സമയത്ത് സാൽവേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ മുക്തി, നിർവാണ അല്ലെങ്കിൽ രക്ഷ എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഈ സാധനം ഈസ് നോട്ട് ലൗഡ് ഓർ ഡിവൈൻ. അതായത് എന്താണ് പറയുന്നത്, ഈ സാധനം ഈ പറയുന്നത് പോലെ വലിയ എന്താണ് വലിയ സംഭവമൊന്നുമല്ല, അതൊരു വലിയ ദൈവികമായിട്ടുള്ള കാര്യവും അല്ല. ഇറ്റ് അറൈവ്സ് ഇൻ ദ ഫോം ഓഫ് അനദർ പേഴ്സൺ. ഈ മുക്തി, നിർവാണ, സാൽവേഷൻ, രക്ഷ, ഈ സാധനമൊക്കെ എന്താണ് പറയുന്നത്, മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ, അതായത് നമ്മൾ വരുന്നു. ഹൂ ഡിസൈഡ് നോട്ട് ടു ലുക്ക് അവേ. അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഒരു വ്യക്തി ഒരുവന്റെ പ്രയാസത്തെ കണ്ടില്ല എന്ന് നടിക്കാതെ അവനെ സഹായിക്കാൻ വരുമ്പോഴാണ് ശരിക്കും ഈ പറയുന്ന സാൽവേഷൻ, മുക്തി, രക്ഷ, ഇങ്ങനെയൊക്കെ പറയുന്ന സംഗതികളൊക്കെ ഈ മതം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന്. അതായത് മറ്റൊരുവനെ സഹായിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരുവന് സാൽവേഷൻ കൊടുക്കുകയും നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കി തരികയും ചെയ്യുന്നത് എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ചിത്രം കൊണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന റൈറ്റ് എ ഫ്രേസ് ഓർ സെന്റൻസ് അബൌട്ട് ഇറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ചിത്രത്തിനെ വെച്ചുകൊണ്ട് ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സെന്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. എ സ്ട്രോങ് ഹാൻഡ് ലിഫ്റ്റ് എ വെറി വൺ വിത്ത് ക്വയറ്റ് കൈൻഡ്നസ്. അതായത് ഒരു ശക്തിയുള്ള കരം പ്രയാസപ്പെടുന്ന ഒരുവനെ ദയയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നൊരു സെന്റൻസ് എഴുതി. രണ്ടാമതായിട്ട് എഴുതാം, യു ആർ നോട്ട് എലോൺ ഇൻ യുവർ സ്ട്രഗിൾ. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ്, നിന്റെ പ്രയാസത്തിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈ സഹായം നീട്ടിക്കൊടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 16ാമത്തെ പേജിലേക്കാണ്. 16ാമത്തെ പേജിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നൗ റീഡ് ദ ഫോളോയിങ് ഫ്രേസ്. ഓക്കെ, ഒന്നാമത്തെ ഫ്രേസ് തന്നിട്ടുണ്ട്, ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിനെല്ലാം ഉത്തരവുമായിട്ട് തന്നെ ഡു യു ഫൈൻഡ് ദിസ് ഫ്രേസ് ഇൻട്രസ്റ്റിംഗ്, വൈ. രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓരോ ഫ്രേസും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, അതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, ഡു യു ഫൈൻഡ് ദിസ് ഫ്രേസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്, വൈ. നിനക്ക് ഈ ഫ്രേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, അതിന്റെ കാരണം എന്താണ്. എനിക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് നോക്കുന്നത്, ഇതെന്താ വെച്ചാൽ ഈ ഫ്രേസ് പറയുന്നത് എന്താണ്, ഇറ്റ് ടെൽസ് ഹോൾഡ് ഓൺ ടു ഹോപ്പ് ആൻഡ് കറേജ്. അതായത് നമ്മളോട് പറയാണ്, പ്രതീക്ഷയെ നീയും ധൈര്യത്തോടും കൂടി പ്രതീക്ഷയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈവൻ വെൻ സംതിങ് ഫീൽസ് അൺറീച്ചബിൾ. ചില സമയത്ത് നമുക്ക് ചില സംഗതികൾ കിട്ടില്ല എന്ന് തോന്നിയാലും, ഓർ ബിയോണ്ട് ദാറ്റ് സീംസ് പോസിബിൾ, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് അസാധ്യമാണെന്ന് തോന്നുമ്പോഴും നമ്മളോട് പറയുന്നത് എന്താണ്, ധൈര്യത്തോടും പ്രതീക്ഷയോടും കൂടി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫ്രേസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ആ ഫ്രേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ബിക്കോസ് ഇറ്റ് ടെൽസ് us to be optimistic in the time of trouble. ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കുക എപ്പോഴാണ്, ട്രബിൾ വരുന്ന സമയത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഫ്രേസ് വന്നിരിക്കുന്നത് പാസ്പോർട്ട് ടു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ടെൽസ് ഹോൾഡ് ഓൺ ടു ഡ്രീംസ് ആൻഡ് കീപ് ഫെയ്ത്ത് അലൈവ് ഈവൻ വെൻ ഓഡ് സീംസ് സ്റ്റാർട്ട് അഗൈൻസ്റ്റ് യു. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മളുടെ സ്വപ്നങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം,
എപ്പോഴും എന്താണ് ഉണ്ടായിരിക്കണം. അതിനെ ഈ കീപ്പ് അലൈവ്, അതിനെ എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മളുടെ ഡ്രീമിനെ നിർത്തിക്കൊള്ളണം. അതായത് നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം എപ്പോഴും സാധിക്കുവാനുള്ള ആ ഒരു ത്വര നമ്മളിൽ നിർത്തിക്കൊണ്ടിരിക്കണം. ഈവൻ വെൻ ദ ഓഡ് സീം സ്റ്റാക്ക്ഡ് അഗൻസ്റ്റ് യു, അതായത് നമുക്ക് വേണ്ടാത്തതും അതിന് വിപരീതവുമായ കാര്യങ്ങൾ നമ്മളുടെ തലയിൽ സ്റ്റാക്ക്ഡ് അഗൻസ്റ്റ് യു, നമ്മൾക്ക് മുകളിലേക്ക് ഒത്തിരി എറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ലോഡ് ചെയ്യപ്പെടുമ്പോഴും ആ ഒരു പ്രതീക്ഷ നമ്മളുടെ ഹൃദയത്തിൽ ത്വര എപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കണം ആക്റ്റീവായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫ്രേസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് ടെൽസ് ഡോണ്ട് ഗീവ് അപ്പ് അവർ ഡ്രീംസ്. അതായത് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡ്രീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബീഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ. അപ്പൊ ഒരിക്കലും നമ്മളുടെ സ്വപ്നങ്ങളെയോ ആഗ്രഹങ്ങളെയോ ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ട്? പ്രയാസമുള്ള സമയം വരുന്നത് കൊണ്ട്. കാരണം പ്രയാസമുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന മൈൻഡ്ഫുൾ മൂവ്മെന്റ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൈൻഡ്ഫുൾ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ടെൽസ് ടേക്ക് ടൈം ടു എക്സ്പീരിയൻസ് ഫുള്ളി ദ പ്രസന്റ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന നാം ജീവിക്കുന്ന ആ പ്രസന്റ് വർത്തമാനകാലം പൂർണ്ണമായിട്ടും എക്സ്പീരിയൻസ് അനുഭവിക്കുക വിത്ത് അവയർനെസ് ആൻഡ് കാം അറ്റൻഷൻ. അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശാന്തതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈച്ച് മൂമെന്റ്, അതായത് ഓരോ മൂമെന്റും നമ്മൾക്ക് കിട്ടുന്ന ഓരോ മൂമെന്റും ശാന്തമായിട്ട് കാമായിട്ട് ശ്രദ്ധയോടുകൂടി ആസ്വദിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദ ഫ്രേസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ ഫ്രേസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഇറ്റ് ടെൽസ് us ടു എൻജോയ് ലൈഫ് ആസ് ഇറ്റ് കംസ് എവറി ഡേ. ഇത് പറയുന്നത് എന്താണ്? നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതം ആസ്വദിക്കുക. ജീവിതം എങ്ങനെയാണോ നമ്മളിലേക്ക് വരുന്നത് അതിനനുസരിച്ച് ജീവിതം ആസ്വദിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ, ദ ഫ്യൂച്ചർ ഈസ് നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ പോസിബിലിറ്റീസ് യു ഇമാജിൻ ഫോർ ടുമാറോ ആർ ഓൾറെഡി വിത്തിൻ റീച്ച് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് കാണുന്ന സാധ്യതകൾ ഇന്ന് തന്നെ നമുക്കുണ്ട്. അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഇന്നത്തേക്ക് വെക്കരുത് എന്നാണ് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് ദ പോസിബിലിറ്റീസ്, അതായത് സാധ്യതകൾ യു ഇമാജിൻ, നമ്മൾ ചിന്തിക്കുന്നത് ഫോർ ടുമാറോ, നാളേക്ക് വേണ്ടി, ആർ ഓൾറെഡി, ഇപ്പോൾ തന്നെ, വിത്തിൻ റീച്ച് ടുഡേ, നമ്മളുടെ ആ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ്. ഫ്രേസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇറ്റ് ടെൽസ് us ഡോണ്ട് വെയിറ്റ് ഫോർ ടുമാറോ ടു ഡു വർക്ക്. അതായത് നാളത്തേക്ക് വേണ്ടിയിട്ട് പണി ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇന്ന് തന്നെ നമ്മളുടെ പണി നമ്മളോട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഞ്ചാമത് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കളർലെസ് ഇമാജിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? കളർലെസ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് യൂസിങ് യുവർ ഇമാജിനേഷൻ ടു ക്രിയേറ്റ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഐഡിയ ഇൻ യുവർ മൈൻഡ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഭാവനകൾ എന്തിനാണ്? പുതിയതായിട്ടുള്ളതും വളരെ പുരോഗമനകരമായിട്ടുള്ളതും മനോഹരവുമായ ഐഡിയാസ് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, സൃഷ്ടിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളോട് നമ്മളുടെ ഇമാജിനേഷൻ, ചിന്തിക്കുവാനുള്ള കഴിവ് പുതിയതും മനോഹരവും നല്ലതും ഉചിതവും സമൂഹത്തിന് ഉപകാരപ്രദവുമായ ഐഡിയകൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫ്രേസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ ഫ്രേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഇറ്റ് ടെൽസ് us ഇമാജിനേഷൻ ക്രിയേറ്റ് ഐഡിയാസ് ആൻഡ് ഐഡിയാസ് വിൽ ഹെൽപ്പ് യു ടു ഫോം അവർ ലൈഫ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഇമാജിനേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ഐഡിയാസിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഐഡിയാസ് എന്ത് ചെയ്യും? വിൽ ഹെൽപ്പ് ടു ഫോം അവർ ലൈഫ്. ഈ ഐഡിയ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ജീവിതത്തെ ഫോം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആറാമത് തന്നിരിക്കുന്ന ഗുഡ് വൈബ്സ് ഒള്ളി. എപ്പോഴും നമ്മൾ പറയും വൈബ് 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 എന്ന് പറയുമല്ലോ. അപ്പൊ ഇവിടെ തന്നിരിക്കുകയാണ് ഗുഡ് വൈബ്സ് ഒള്ളി. ഇറ്റ് മീൻസ് ചൂസിങ് ടു സ്പ്രെഡ് ആൻഡ് എംബ്രേസ് പോസിറ്റീവ് എനർജി. അതായത് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് എടുക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. കീപ് യുവർ മൈൻഡ് സെറ്റ് ലൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ലൈറ്റ് ആയിട്ട് വെക്കണം. ജോയ്ഫുൾ, സന്തോഷത്തോടു കൂടി വെക്കണം. ആൻഡ് ഫ്രീ ഫ്രം നെഗറ്റിവിറ്റി, അതായത് നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാതെ നമ്മുടെ മൈൻഡ് എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും ശാന്തതയിലും പോസിറ്റീവ് എനർജി എടുത്തുകൊണ്ട് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫ്രേസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ ഫ്രേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഇറ്റ് ടെൽസ് us ഡോണ്ട് ബി സോറോഫുൾ എബൌട്ട് ദ ഡാർക്ക് സൈഡ് ഓഫ് ദ ലൈഫ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഈ
ഡാർക്ക് സൈഡ് ഓഫ് ദ ലൈഫ്. അതിനെ നമ്മൾ ഓർത്ത് വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യരുത്. ടേക്ക് ദ സൈഡ് ഓഫ് ലൈറ്റ്. എപ്പോഴും ആ ജോയ്ഫുൾ സൈഡിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് എടുത്ത് ജീവിതം ആസ്വദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.